ഹായ്. ഈ ഹുക്ക് സ്റ്റെപ്സ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഏതാ സോങ്. എനിക്ക് സോങ് ആഡ് ചെയ്യാൻ പറ്റൂല, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട്. ഞങ്ങൾ കല്യാണി വർക്ക്ഷോപ്പിന് പോയതായിരുന്നു കേട്ടോ. കാണുന്ന പോലെയുള്ള നല്ല ബുദ്ധിമുട്ടായിരുന്നു പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കല്യാണി സോങ്ങിന്റെ അസിസ്റ്റന്റ് കൊറിയോഗ്രാഫർ ആണ്. ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ടാണ് കളിച്ചിട്ടുണ്ടായത്. ഹായ്. മൈക്കോണാണ്. കല്യാണ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ഒരാഴ്ച റെസ്റ്റ് എടുത്തു തന്നെ വീട് ക്ലീൻ ചെയ്തു. ഞാൻ റൂം വീണ്ടും അറേഞ്ച്മെന്റ്സ് ഒക്കെ മാറ്റിയിട്ടോ. കല്യാണ തിരക്കും ബഹളൊക്കെ ആയിട്ട് ഫുള്ള് വാരി വലിച്ചിടുക, ഓടുക, വൃത്തിയാക്കാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. അപ്പൊ തിരിച്ചു വന്ന് വൃത്തിയാക്കിയപ്പം എനിക്ക് റൂം വീണ്ടും മാറ്റാൻ തോന്നി. അപ്പൊ ഞാൻ വീണ്ടും മാറ്റി. ഞാൻ കാണിച്ചുതരാം, ബിഫോറും ആഫ്റ്ററും അതിൽ കാണിച്ചുതരാം കേട്ടോ. ഒരു 1 വീക്ക് റെസ്റ്റ് എടുത്ത് ആ 1 വീക്ക് നമ്മൾ അന്നത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ഇന്ന് എത്രാം തീയതി മാളു? ഇന്ന് 18 ജൂലൈ 18. അപ്പൊ മാളു ഇന്നലെ വന്നിട്ട് ഇന്നലേക്ക് അവൾ അയച്ചു തരുന്നായിരുന്നു വാട്സാപ്പിൽ. മറ്റേ കല്യാണി ഡാൻസ് ഇല്ലേ, ആ കല്യാണി ഡാൻസിന്റെ വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട്. ഹരിഷ്മ എന്ന് പറഞ്ഞിട്ട് അതിൽ ചെയ്ത കൊറിയോഗ്രാഫ് അസിസ്റ്റ് ചെയ്ത ആളാണ്. അപ്പം അവരെ വർക്ക്ഷോപ്പിന്റെ ഒരു പോസ്റ്റ് അയച്ചു. അപ്പൊ ഞാൻ കണ്ടിട്ട് ഒന്നും മിണ്ടിണ്ടായിരുന്നില്ല സത്യം. മാളു അവിടെ ഉണ്ട്, റെഡിയായി കൊണ്ടിട്ടുണ്ട് അവിടെ മിററില്. അപ്പം അവൾ ഇന്നലെ വന്നപ്പോ എന്നാ പോവാ ചോദിച്ചപ്പം ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ തന്നെ അവൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് അപ്പൊ ഞങ്ങൾ അങ്ങനെ പോവാന്ന് വിചാരിച്ചു. അപ്പൊ 6 to 8 ആണ് ഞങ്ങളിപ്പോ റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് റെഡി ആവും. ഞാൻ ഇട്ട ഡ്രസ്സ് മൊത്തത്തിൽ റെഡി ആയിട്ട് ലാസ്റ്റ് കാണിച്ചു തരാം. അങ്ങനെ ബേസ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, എന്തായാലും ഡാൻസ് കളിച്ച് വേർക്കാനുള്ള. അപ്പൊ ഞാൻ ജസ്റ്റ് എനിക്ക് ഐബ്രോസും ഐയും ലിപ്പും നന്നായിട്ട് വേണം, ബ്ലഷും. മറ്റേ ബേസ് മാത്രമേ ഇടാത്തുള്ളൂ, ബാക്കിയൊക്കെ ഇടുന്നുണ്ട്. നമ്മൾ ഡാൻസ് ഒക്കെ ചെയ്യാൻ പോവല്ലേ, ചിലപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവട്ടെ. ഇനിയിപ്പോ ഡാൻസിൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഡ്രസ്സിലും മേക്കപ്പിലും പിടിച്ചു നിൽക്കാമല്ലോ. അതാണ് പ്ലാൻ. അപ്പൊ ഞാൻ തുടങ്ങാം പെട്ടെന്ന്. ഒരു 20 മിനിറ്റ്സിൽ റെഡി ആവണം. ഞാൻ മറ്റേ ഐബ്രോ പെൻസിലൊക്കെ വെച്ച് എഴുതുന്നു, അതാകുമ്പോ അവിടെ നിൽക്കുമല്ലോ അല്ലെ. മറ്റേ പൗഡർ മറ്റേ ഇതില്ലേ, അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് വേർക്കുമ്പോഴൊക്കെ പോയി പോവും. അപ്പൊ ഇവിടെ ലൈറ്റ് ഉണ്ടല്ലേ ഈ സൈഡും. പിന്നെ ഈ സമയം പിടിച്ചിട്ട് ഷൂട്ട് ചെയ്യേണ്ടി വരും. മറ്റേ ഏട്ടന്റെ റൂമിൽ ഞാൻ കഴിഞ്ഞ മറ്റേ ലൈറ്റ്. ഓ നാച്ചുറൽ. പക്ഷെ ഈ സമയം തന്നെ ഷൂട്ട് ചെയ്യണം, നല്ല കിട്ടുള്ളൂ ഈ ലൈറ്റ്. വൈകുന്നേരമാണ് ഇവിടെ ഇങ്ങനെ ലൈറ്റ് വരുന്നത്. ഇപ്പുറത്തേക്ക് അല്ലേ, പക്ഷെ ഇപ്പൊ മാറ്റണം, അപ്പൊ സമയമില്ല. അടുത്തതിന് ആ ആംഗിൾ, ഒരേ സ്ഥലത്തിന് വേറെ വേറെ ആംഗിൾ നമുക്ക് പിടിച്ചു കളിക്കാം. ഞാനും മാളും പിന്നെ വേറൊരു ഫ്രണ്ടും ഉണ്ട്, ഹെന്ന എന്ന് പറഞ്ഞിട്ട്. എന്റെ ഫ്രണ്ട് അല്ല, മാളുവിന്റെ ഫ്രണ്ടാണ്. എന്റെ ഫ്രണ്ട് ആവോ ഇല്ലെന്ന് നമുക്ക് ഇന്ന് അറിയാം, ഇന്ന് കണ്ടറിയാം. അങ്ങനെ ഇതില്ല കേട്ടോ. അല്ല, ഞാൻ കേട്ടിട്ടുള്ളൂ, കണ്ടിട്ടില്ല. ഞാനപ്പോ ഇന്ന് കാണാൻ പോകുന്നത്. അങ്ങനെ ഞാൻ പോകുന്നതിന് മുമ്പ് റൂം വൃത്തിയാക്കിയിട്ട് നിങ്ങൾക്ക് വേഗം ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ചോട്ട് വന്നിട്ടുണ്ട്. നാളെ ഈ റൂം ഇതുപോലെ ആയിരിക്കില്ല കാണാൻ. അപ്പൊ അതിനു മുന്നേ ഞാൻ കാണിച്ചു തരാം. ഐബ്രോസ് കഴിഞ്ഞു. ഞാൻ പൊതുവെ ഇങ്ങനെ പുറത്തിറങ്ങിയുള്ള പരിപാടികൾക്കൊന്നും പോയി കഴിഞ്ഞാൽ അടിപൊളിയാണ്, പക്ഷെ അവിടെ എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീട്ടിൽ നിന്ന് ആലോചിച്ച് ചിന്തിച്ചിറങ്ങണമെങ്കിലൊക്കെ. മാളുള്ളതിനെ കൊണ്ടാണ് ഇപ്പൊ ഈ പരിപാടികളൊക്കെ നടക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പോവില്ല. പോക്കായിരിക്കും കുറെ.
എനിക്കറിയില്ല, കുറെ ഒന്നും ചെയ്യാനില്ലാണ്ട് ബോറടിച്ച് ഓക്കെ കുറെ കാലത്തിന് ശേഷം ഡാൻസ് കളിക്കണം എന്നൊക്കെ കൊതിച്ച് അങ്ങനെയൊക്കെയുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള സമയത്താണ് ചിലപ്പോൾ ഞാൻ അത്ര എഫേർട്ട് എടുത്തു പോകും. അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ പറ്റില്ല. പറ്റൂല എന്നല്ല, പറ്റും ചെയ്യൂല. മാളൊന്നും ഞാൻ മൈക്കൊക്കെ ഉപയോഗിക്കലുണ്ടോ? ഞാൻ കുളിക്കണ്ടെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ മാളുണ്ട് കുളിച്ചിട്ടൊക്കെ വന്ന്. കുളിച്ച് വന്നാൽ അവള് തല തരച്ച് വന്നതാ. ഞാൻ വെച്ച് ഡാൻസ് ചെയ്യാൻ പോലെ എന്തായാലും നമ്മള് വേർക്കൊക്കെ ചെയ്യും. പിന്നെ അവള് നനച്ച് വന്ന് മുടി നന്നായി നിൽക്കാൻ വേണ്ടിട്ടാ. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് തല നനയ്ക്കണം. അപ്പൊ ഞാനും തല നനച്ചു. തലയിൽ എണ്ണയൊക്കെ ഉണ്ട്, പക്ഷെ നനച്ചേക്കതിന് ഒരു കുറച്ചിങ്ങനെ ഒരു കേളി വേവി ആയിട്ട് നിൽക്കും ചെയ്യും. എണ്ണ ഉള്ളതുകൊണ്ട് മറ്റേ പാറി പറഞ്ഞ് നിൽക്കൂലെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ കുളിച്ചു. അമ്മ എത്തിയപ്പോഴും അറിയോ? ഹെന്ന റെഡി ആയിട്ട് നിക്കുവോ? നീ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കില് നിനക്ക് നേരത്തെ മെസ്സേജ് അയച്ചു വെക്കാൻ വിചാരിച്ചു. ഞാൻ വീഡിയോ എടുക്കും, എന്നെ വിളിച്ചാൽ കിട്ടൂല, എത്ര മണിയാകുമ്പോ ഒക്കെ പറഞ്ഞ് സെറ്റ് ആക്കണത്. ലേറ്റ് ആവാണ്ട് എനിക്ക് മര്യാദക്ക് ആദ്യം മുതലേ ഒരു ഇന്ററാക്ഷൻ ഒക്കെ വരുമ്പോ നമുക്ക് ആ ചടപ്പ് ഉണ്ടാവില്ല. മറ്റേ ഇടയിലൊക്കെ കയറി പോകുമ്പോ ഒരു ചടപ്പായിരിക്കും. നമ്മൾ പോകുന്ന വഴിക്കുള്ള പരിപാടികളൊക്കെ കാണിക്കുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് അതൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ അറിയില്ല. നമുക്ക് ഡാൻസ് പഠിക്കണ്ടേ. ഫോണൊക്കെ ഒരു ഭാഗത്ത് മാറ്റി വെച്ചിട്ട് ചിലപ്പം ചെയ്യായിരിക്കും. ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതും കൂടി ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. പാട്ടുണ്ടാവില്ല, കോപ്പിറൈറ്റ് വരും. അപ്പൊ വേറെ എന്തെങ്കിലുമൊക്കെ പാട്ടൊക്കെ വെച്ചിട്ടേക്ക് ഞാൻ ഇടുക. ദാറ്റ്സ് മൈ പ്ലാൻ. പാട്ട് നന്നായി പാടരുതേ. നന്നായി പാടി അപ്പൊ അവരെടുത്ത് അപ്പൊ പ്രശ്നമാവും. എന്താ മനസ്സിലായല്ലോ പറഞ്ഞ സമയണ്ട്. എന്നാലും വെറുതെ തിരക്ക് കൂട്ടിക്കോ അവളോട്. അവള് എങ്ങനെയാ ഫസ്റ്റ്? ഓക്കെ ഇന്നെല്ലാരും എന്തിനും മെനക്കെട്ട് ഇറങ്ങ. ഇന്ന് ഗേൾസ് ഡേ ഔട്ടാ. ഗോഡ് വളരെ ഫ്രണ്ടില്ലേ ഇതൊക്കെ കുട്ടികളൊക്കെ മാറ്റിട്ട് എനിക്കറിയില്ല, വലിയൊരു ഹോൾ പോലെ ആയിരിക്കും. എത്ര ആൾക്കാരുണ്ടെങ്കിലും മിററൊക്കെ. ലാസ്റ്റ് ടൈം അങ്ങനെ എന്തോ കണ്ടില്ലേ നമ്മൾ ഔട്ട്ഡോർ അവര് ചെയ്ത്. വാവ്, മളു ബേസ് ഇടണോ? കുഴപ്പമില്ല. ആ വൈകുന്നേരത്തെ ലൈറ്റില് നമ്മളെ കളർ ഗ്ലോ ചെയ്യും. ഇന്ത്യൻ ടോൺ നല്ല പാടൊക്കെ ഉണ്ട് പുറത്ത് കാണും. കോൾ അനന്തോ ഉറപ്പായിട്ടും ഉറപ്പായിട്ട്. എന്താ ഇവര് വേറെ സീനാ. എവിടെ ബുക്ക് ചെയ്ത് വലിയ പരിപാടിയാ. അവിടെ കൂട്ടി എഴുതിയിട്ട് വരാം. ഇതിന്റെ ഇത് പൊട്ടിപ്പോയി. സ്റ്റോപ്പ് ഇറ്റ്. അശ്ലീലം പറയരുത്. എപ്പോ ഓണാക്കിയുള്ളൂ. എന്താ കഴിഞ്ഞു. നീ ലിപ്സ്റ്റിക് ഇടാ, ബ്ലഷ് ഇടാ.
പാട്ടിടാം. ഞാൻ കണ്ണ് നന്നായിട്ട് എഴുതി മസ്കാര ഇട്ട് കൊടുത്തു. ഇനി ലിപ് ലൈനർ, ലിപ്സ്റ്റിക്, ബ്ലഷ് പരിപാടി തീർക്കാട്ടോ നമ്മള്. ഈ മിറർ ഇതിലിങ്ങനെ മര്യാദക്ക് കണ്ണെഴുതാനും പറ്റില്ല. അതാണ് അവിടെ പോയി ചെയ്തത്. അവിടെ കൊണ്ട് കാണിക്കാൻ അവിടെ മര്യാദക്ക് ലൈറ്റ് ഇല്ല. ഈ ജുംക്ക ലിപ്സ്റ്റിക് തീർന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഈ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും വാങ്ങിക്കണം. ഔട്ട്ഡോറും കൂടി പറയുമ്പോഴേക്ക് മൂടായി മാളും. ശരിക്കും നമ്മൾ കണ്ടാലും ഈ 2 കോസ്റ്റ്യൂം തന്നെ വീഡിയോ എടുക്കണം അല്ലേ? കാണിച്ചറാട്ടോ മൊത്തത്തിൽ റെഡി ആയിട്ട് ഞങ്ങൾ കണ്ടാളെ. കാറ് ബാഗ് എന്താ എടുക്കണ്ടോ? ലിപ്സ്റ്റിക് റെക്കോർഡ് ചെയ്തോണ്ടിരുന്നപ്പോ എല്ലാവരും മറ്റേ സാധനം ഉണ്ടല്ലോ, എന്താണ് പേഴ്സണൽ സ്പേസ് അങ്ങനെ ഒരു സാധനം ഇല്ലേ, നിങ്ങള് റീലുണ്ടങ്ങനെ. നീ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുമ്പോ ആൾക്കാർ ഇടയ്ക്ക് കയറി വരുന്നുണ്ട്, മനസ്സിലായി. അതിലേക്ക് ഇട്ടിട്ടാൻ വേണ്ടിട്ട് ഇനി ബ്ലഷ് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഞാൻ മൊത്തത്തില് ഇനി ഫൈനൽ കാണിക്കാം. എനിക്ക് മര്യാദക്ക് മിറർ പോയി ചെയ്യാൻ വേണ്ടിട്ട്. എത്രത്തോളം ലൈറ്റ് ഉണ്ടെന്ന് എനിക്കറിയില്ല. ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. കണ്ടോ, ഞാൻ കണ്ണിങ്ങനെ എഴുതി, ലിപ്സ്റ്റിക് ബ്ലഷൊക്കെ ഇട്ട് കൊടുത്തു, ഹെയർ ഇതങ്ങനെ കെട്ടി വെച്ച്. ഇനി ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. സൂസി വിളിക്കുന്നു, പോ. സൂസിനെ വിളിക്കുന്ന അമ്മ പോക്കോ. അപ്പൊ ശരി, ഞങ്ങൾ പോട്ടെ. എങ്ങനെയാ പോകുന്നത്? സ്കൂട്ടർ എടുക്കണോ? ആ, സ്കൂട്ടർ ഉണ്ട്. ഞങ്ങൾ പോയി ഇവിടുന്ന് സ്കൂട്ടർ എടുത്ത് മാളുവിന്റെ അമ്മേന്റെ വീട്ടിൽ പോയി അവിടുന്ന് കാർ എടുത്തിട്ട് എന്നെ പോയി പിക്ക് ചെയ്തിട്ട് വേണം പോണെങ്കിൽ. അപ്പൊ നമുക്ക് പോവാം. ക്രോപ്പ് ടോപ്പ്, യെല്ലോ ഫുൾ സ്കേർട്ട്. ബൈ ബൈ. ഊബർ വന്നു. ഞാൻ ഹെയർ അയച്ചിട്ടു കേട്ടോ. ഡ്രസ് ഇതാ, പിന്നെ ഈ ബാങ്കിലിട്ടു, ഈ വാച്ച് ഇട്ടു, മുടി കെട്ടണം തോന്നിക്കുന്നത്. ഓക്കെ ബൈ. മമ്മ ഞാൻ ലേറ്റ് ആയി മമ്മ. ഇല്ലോ ഞാൻ വണ്ടി ലൈറ്റും കാറൊക്കെ കിട്ടി. നമ്മൾ എന്നെ പിക്ക് ചെയ്തിട്ട് പോകും.
സമ്മർ ടൈമില്ല അതധികം ഉണ്ടാവുക. അതാണ് ഞാൻ ഡ്രസ് ഞാൻ എത്ര നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ഹെന്ന. ഹായ്. ഇനി മാളുവിന്റെ ഞാൻ വീഡിയോ ഓഫ് ചെയ്യാ. എന്താ വെച്ചാല് എന്റെ കണ്ണ് തെറ്റി അവള് മറ്റേതാകും സീനാക്കും. വേണ്ട മാളു നമുക്ക് തിരിച്ചു വരുമ്പോ കൊടുത്തു. ഇപ്പൊ നമുക്ക് സമാധാനത്തിൽ പോവാം. എന്റെ അടുത്ത് തന്നെ നീ സമാധാനം ആഗ്രഹിക്കും. നമ്മളെത്തി. ലേറ്റ് ആണ് ഇപ്പൊ സമയം. 6:30 ആവാറായി. അവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നമ്മളങ്ങോട്ട് പോവാട്ടോ. നമ്മൾ എത്തിയപ്പോഴത്തേക്കും ഒരു 20 മിനിറ്റ്സോളം നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി വാം അപ്പ് സെഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളും പോയിട്ട് കുറച്ച് വാം അപ്പ് ഒക്കെ ചെയ്തു. ഡാൻസ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. കുറെ പിള്ളേരുണ്ടായിരുന്നു. എല്ലാരും ചെറിയ പിള്ളേരായിരുന്നു കേട്ടോ. പക്ഷെ ചെറിയ പിള്ളേരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാരും ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടു പഠിക്കാൻ വേണ്ടിയിട്ട്. പോരാത്തതിന് എനിക്ക് ഡാൻസ് ചെയ്ത് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ കണ്ണിലേക്ക് ഇങ്ങനെ ഇരുട്ട് കയറുന്ന പോലെ, ഇങ്ങനെ ബ്ലാക്ക് ഔട്ട് സീൻ പോലും, തല കറങ്ങുന്ന പോലെയൊക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ കുളിച്ചപാട് വന്ന് തലയിൽ വേർപ്പിറങ്ങിയിട്ടാന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെ നീരിറങ്ങൂല, അങ്ങനെ എന്തോ പറ്റി. അപ്പൊ ഞാൻ ജസ്റ്റ് കുറച്ച് പ്രാക്ടീസ് ചെയ്യും, പിന്നെ എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടാവും. അപ്പൊ ഞാൻ കുറച്ച് നിലത്ത് അവിടെ ഇരിക്കും, അല്ലെങ്കിൽ സൈഡിൽ പോയിരിക്കും, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ മാളൂനാണെങ്കിൽ അവൾക്ക് എപ്പോഴും മിറർ വേണം. ഇവിടെ മിറർ ഇല്ലാത്തതിനെ കൊണ്ട് അവൾക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു. സാധാരണ എപ്പോഴും ഫ്രണ്ട് പോയി കളിക്കുന്ന മാളൂസ് എന്റെ ബാക്കിൽ നിന്നിട്ടാ കളിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ എന്നൊക്കെയാണെങ്കിൽ അവൾക്ക് ഡ്രസ്സ് എന്തോ സെറ്റ് ആയിട്ടും ഉണ്ടായിരുന്നില്ല ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതൊക്കെ ഒരു എക്സ്ക്യൂസ് മാത്രമാണ്. ഞങ്ങൾ ഇങ്ങനെ പറയായിരുന്നു, പിള്ളേരൊക്കെ റീൽസിൽ കണ്ട് അവര് ചിലപ്പം പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ നേരത്തെ പഠിച്ചു വന്നതോ എന്തോ ആണ്. പിള്ളേരൊക്കെ പെട്ടെന്ന് പഠിച്ചെടുത്ത് പെട്ടെന്ന് നന്നായി കളിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മളെ കൊറിയോഗ്രാഫർ. ഇവരാണ് കല്യാണി സോങ്ങിന്റെ അസിസ്റ്റന്റ് കൊറിയോഗ്രാഫർ. എന്ത് അടിപൊളിയായിട്ട് ആളിലെ കളിക്കുന്നത്. ഞാനിങ്ങനെ നോക്കി നിൽക്കായിരുന്നു. കല്യാണി സോങ് ഇറങ്ങിയതിന് ശേഷം ഇവര് കൊറിയോഗ്രാഫ് ചെയ്യുന്നൊരു റീലും കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോ ഞാൻ ഇവരെ ഫാനായി പോയത്. ഭയങ്കര രസമുണ്ട് കളിക്കുന്ന കാണാന്. എന്തായാലും നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അപ്പം മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല. പിന്നെ തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഞാനും മാളും അന്ന് തുടങ്ങി ഇതാ ഇപ്പോഴും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഡെയിലി. ഇപ്പൊ ഇതിന്റെ ട്രെൻഡ് കഴിഞ്ഞാലും കുഴപ്പമില്ല, നന്നായി പഠിച്ചിട്ട് എന്തായാലും നമുക്ക് വൃത്തിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് ഞാനും മാളും ഇങ്ങനെ പറയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഡെയിലി ഇങ്ങനെ പഠിക്കായിരുന്നു. ഒരു 1 വീക്ക് എടുത്ത് നമ്മള് സ്റ്റെപ്പ് പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ. ഇനി അത് വൃത്തിയാക്കി നന്നായിട്ട് നല്ല വൃത്തിക്ക് കളിക്കണം എന്നാ വിചാരിക്കുന്നത്. നമ്മളിപ്പോഴും ഇതാ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വർക്ക്ഷോപ്പ് കഴിയുന്നതിന് മുന്നേ നമ്മൾ ഇറങ്ങി ഇതാ ഇവര് ഭക്ഷണം കഴിക്കും. എനിക്ക് കഴിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. എല്ലാവർക്കും ആണെന്നത്ര ഇരിക്കുന്ന ഒരു ബൈ പറ. ബൈ ബൈ. അടുത്ത വർക്ക്ഷോപ്പിന് കാണാതൊക്കെ ബൈ. പൊളിക്കാതെ ഉറപ്പാണ്. ബൈ ആയിരുന്നു. അതാ ശരിയില്ലായിരുന്നു. അതുകൊണ്ട്